ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഫുഡാണ് കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തീ കത്തിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ലൈറ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഈ മുളപ്പിച്ച ഫുഡ് എന്നൊക്കെ പറയുന്നത്, മുളപ്പിച്ച പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് കുറച്ച് പ്രോട്ടീനൊക്കെ കിട്ടുന്ന ഒരു വേറെ തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു ഫുഡാണ്. അപ്പോൾ നമുക്ക് ആ ഒരു തരത്തിലുള്ള ഫുഡ്, എസ്പെഷ്യലി ഈ ഡയറ്റും കാര്യങ്ങൾക്കൊക്കെ നോക്കുന്നവർക്കാണെങ്കിലും അല്ലാതെ നോർമലി നമുക്ക് ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒരേ തരത്തിൽ ഉപകാരപ്പെടുന്ന രീതിക്കുള്ള ഒരു ഫുഡാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോരെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നന്നായിട്ട് മുളപ്പിച്ചെടുത്ത കുറച്ച് കടലയും പിന്നെ ചെറുപയറുമാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2 days എടുത്തു. ഇത് ഞാൻ തലേ ദിവസം രാത്രിയിൽ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതിനെ അരിപ്പയിലേക്ക് മാറ്റി അതിലേക്ക് അതിനെ നല്ല തണുത്ത നനവുള്ള തുണി വെച്ച് മൂടിയിട്ടതിന് ശേഷമാണ് എനിക്കിപ്പം ഇന്നലെ ഈ രാവിലെ ഏകദേശം മുള വന്നു തുടങ്ങി ഇന്നിപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വന്നിട്ട് നല്ല ചൂട് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ നന്നായിട്ട് മൂടി വെക്കണം. ഒരു ഓൾമോസ്റ്റ് 20 minutes മൂടി വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ ഇതിനെ നമുക്ക് കിട്ടും. കിട്ടിയതിന് ശേഷം നമ്മളതിനെ പിന്നെയും ഒന്ന് വാർത്തെടുക്കുകയാണ്. അതായത് അരിപ്പയിലിട്ടിട്ട് വെള്ളം മൊത്തം കളഞ്ഞ് നമ്മളതിനെ എടുക്കണം. ഇത് ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എന്ത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണോ വെജിറ്റബിൾസ് ആണോ നമുക്കിഷ്ടം, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി എപ്പോഴും നമുക്കൊരു ചെറിയ പുളിയും കാര്യങ്ങളൊക്കെ നൽകുന്നതുകൊണ്ട് എനിക്ക് തക്കാളി പൊതുവെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ചെറിയ ഒരു മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാനതിന് എടുത്തത് ഒരു ആപ്പിളാണ്. അതും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ആപ്പിൾ ഞാനതിന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ആപ്പിളിനെ നമ്മൾ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട് അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആപ്പിൾ എപ്പോഴും ഹെൽത്തി ആണ് നമുക്കറിയാലോ, പിന്നെ അധികം കലോറിയും വരാത്ത സംഭവമാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൊമക്കിനൊരു എന്താ പറയുക, ഒരു നിറവ് എപ്പോഴും ഫീൽ ചെയ്യും. അത്യാവശ്യം ഡയറ്റും കാര്യങ്ങളും ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് തന്നെയാണ് ഇത്. നമുക്കൊരു നേരത്തെ ചോറ് എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് പകരം ഇത് കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഹെൽത്തിയുമായിരിക്കും. നമ്മുടെ വെയിറ്റ് ലോസ് കാര്യങ്ങൾക്കെല്ലാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന രീതിക്കുള്ള ഫുഡാണ് ഇപ്പം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാനിതിലേക്ക് എടുത്തത് ഒരു അനാറാണ്. അപ്പോൾ ഈ അനാർ അത്യാവശ്യം വലിയൊരു അനാറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ഒരു ഹാഫാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. അതിന് നന്നായിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന്, നമുക്ക് ഇഷ്ടമുള്ള അത്ര ആവശ്യത്തിന് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുമ്പം അത് കാണാൻ തന്നെ ഒരു എന്താ പറയുക, ഒരു ലുക്കാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കിപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിലും അത് കാണുമ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം എന്നൊരു തോന്നലുണ്ടാവും അല്ലേ. ആ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എപ്പോഴും കളർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അതിനെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കതിൽ ഗ്രീനോ റെഡോ യെല്ലോയോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യെല്ലോ വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും ഞാൻ എടുക്കാത്തത് കൊണ്ട് ഞാനിതിലൊരു യെല്ലോ കളർ ക്യാപ്സിക്കമാണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിന് അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാപ്സിക്കമാണ്. അതിന് ഞാൻ കുഞ്ഞിതായിട്ട് അരിഞ്ഞതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ പച്ച ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മളിത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പച്ചക്കുത്തലും നമുക്കറിയത്തില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒരു പച്ചക്കുത്തോ നമുക്ക് ഇതിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾസിൻ്റെയോ നമുക്കതിൽ അറിയാൻ പറ്റത്തില്ല. ഇത്ര എടുത്തതിന് ശേഷം ഞാൻ അതിനൊരു വൈറ്റ് ബോക്സിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നിങ്ങളുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമുക്കതിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ആഡ് ചെയ്തത് കുറച്ച് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല കുറച്ച് ടേസ്റ്റിയാണ്, പിന്നെ അതിൻ്റെ സ്മെല്ലാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയും വെജിൻ്റെയും ആ ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ഇടാം. പിന്നെ ഞാൻ അതിലിട്ടത് ഇത്തിരി ഉപ്പാണ്. ഉപ്പ് ഇട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഇത് എത്തുന്നത്
നല്ലതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സംഭവമാണ് ആപ്പിൾ സിഡർ വിനിഗർ. സോ ഇത് എപ്പോഴും വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കറിയാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അത് നമുക്കൊരു അല്പം ആവശ്യത്തിന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം ആവരുത് കേട്ടോ, അത് നമുക്ക് അധികം യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. ഞാൻ അതിൻ്റെ മൂടിയിൽ തന്നെ ഒരു 1.5 മൂടിയാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലൊരു ബോക്സിലിട്ടിട്ട് നന്നായിട്ട് അതിനെ കുലുക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ബോക്സിലിട്ട് അതിന് എല്ലാ രീതിക്കും ഈ ആഡ് ചെയ്തതെല്ലാം എത്തുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള അളവിൽ അതെടുക്കാം. അതെടുത്തതിന് ശേഷം ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ, ഡിഫറെൻറ്റ് കളേഴ്സ്, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും അതുപോലെ തന്നെയാണ് കേട്ടോ, നന്നായിട്ടുണ്ടാവും. അപ്പം ഞാനിത് എന്തായാലും എൻജോയ് ചെയ്താണ് കഴിച്ചത്. എനിക്ക് വേറെ ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുകയും ചെയ്തു. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.